അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഗേണ്ട എന്നൊരു പാഠമാണ് പഠിച്ചത് കണ്ടാമൃഗത്തെ കുറിച്ച്. ഇനി അതിൻ്റെ മഷ്കിലേക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാം. പഠിയേ ഒരു സംജയ്, വായിക്കൂ മനസ്സിലാക്കൂ. എല്ലാ അധ്യായങ്ങളുടെയും തുടക്കത്തിൽ ഉണ്ടാവും അല്ലേ? പഠിയേ ഒരു സംജയ്, പഠിക്കൂ മനസ്സിലാക്കൂ. അപ്പോൾ ഓരോ പാഠങ്ങളുടെയും പ്രധാനപ്പെട്ട വാക്കുകളായിരിക്കും തൊട്ട് താഴെ വരാറുള്ളത്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അതിൻ്റെ ഉറുദു സഹിതം പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. എന്നാൽ വളരെ ഉപകാരപ്പെടും. ഖൗഫുനാക്ക് എന്താണ്? ഡറ ഓന ഭയാനക് അല്ലേ? പേടിപ്പെടുത്തുന്ന, ഭയാനകമായ എന്നൊക്കെയാണ് ഖൗഫുനാക്ക്, ഡറ ഓന ഭയാനക് എന്നൊക്കെ പറഞ്ഞാൽ. പോലെ ബേപനാ അങ്ങേയറ്റം അല്ലേ? ബൗത്ത് സിയാദ വളരെയധികം, ഇന്തിഹായി അങ്ങേയറ്റം അല്ലേ? കത്തിറാന, കത്തിറാന എന്ന് പറഞ്ഞാൽ ബച്കർ നിക്കൽന, രക്ഷപ്പെട്ടു പോവുക അല്ലേ? കത്തിറാന എന്ന് നമ്മൾ പറഞ്ഞു. കത്തിറാന എന്നൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം മനഃപൂർവ്വം രക്ഷപ്പെടാൻ വേണ്ടി മാറിപ്പോവുക എന്നൊക്കെയാണ് കത്തിറാന അർത്ഥം. രക്ഷപ്പെടുക എന്നുണ്ട്, അതുപോലെ മനഃപൂർവ്വം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാറിപ്പോവുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ബച്കർ നിക്കൽന, രക്ഷപ്പെട്ട് പോവുക. അതുപോലെ ബേഹദ് ബഹുത് സിയാദ, അതും അതന്നെ, അങ്ങേയറ്റം, വളരെ കൂടുതൽ. പിന്നുള്ളത് ഒന്നതാണ് സുസ്ത്. സുസ്ത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? പതുക്കെയുള്ള, സ്പീഡിലെസ്, വേഗതയില്ലാത്ത, പതുക്കെയുള്ള എന്നൊക്കെ നമ്മൾ പറഞ്ഞു കണ്ണാമൃഗത്തെക്കുറിച്ച്. അതിൻ്റെ വേറൊരു അർത്ഥമാണ് കാഹിൽ ആലസി, ആലസ്യമുള്ള, മടിയുള്ള. അപ്പോൾ അങ്ങനെയും അർത്ഥം വെക്കാം. നമുക്ക് വേണമെങ്കിൽ ആ ഭാഗത്ത് കണ്ടാമൃഗം ആലസ്യമുള്ള അല്ലെങ്കിൽ മടിയുള്ള ഒരു മൃഗമാണ്, ആ അർത്ഥത്തിലും വെക്കാം. അല്ലെങ്കിൽ സ്പീഡിലെസ്, പതുക്കെയുള്ള ഒരു മൃഗമാണ്, ഈ സ്പീഡ് കുറവുള്ള ഒരു മൃഗമാണ്, അങ്ങനെയും വെക്കാം. അടുത്ത് സൊലാഹിയത്ത്, ഖുവ്വത്ത്, തോക്കത്ത് അല്ലെ? ശക്തി, സ്കില്ല് എന്നാണ് സൊലാഹിയത്ത് എന്ന് പറഞ്ഞാൽ. നസ്ലി എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു സന്താനം, തലമുറ എന്നൊക്കെ അർത്ഥമുണ്ട്. ലാത്ത്, അതുപോലെ പീഡി എന്നൊക്കെ പറഞ്ഞാൽ തലമുറ, വംശം എന്നൊക്കെ അർത്ഥമുണ്ട്. പരിന്ത, പരിന്ത എന്ന് പറഞ്ഞാൽ പക്ഷി. അതിൻ്റെ ഒരു മുത്തറാദിഫ് എന്ന നിലക്ക് തന്നെ പറയാം. പഞ്ചി, പഞ്ചി, പഞ്ചി എന്ന് പറഞ്ഞാൽ പക്ഷി എന്ന് തന്നെയാണ് അർത്ഥം. എന്തിനാണ് ആ ഹായിന് ഉറുദുവിൽ പറയാ ദോ ചഷ്മ എന്നാണ് അല്ലേ? ദോ ചഷ്മ വാല. ചഷ്മ എന്ന് പറഞ്ഞാൽ കണ്ണാണ്. അപ്പോൾ ആ ഹായിന് രണ്ട് കണ്ണുണ്ട്, ഒരു തലീക്കെട്ടുള്ള ഹാ ആണ്. ആ ഹായിനാണ് ഉറുദുവിൽ ദോ ചഷ്മ എന്ന് പറയാ, ദോ ചഷ്മേ വാല. അപ്പോൾ അത് വന്ന അത് സൈലൻ്റ് ആയിരിക്കും, അതിനെ നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. പക്ഷെ അവിടെ നമ്മൾ എന്താണ്, ഒന്ന് കനപ്പിച്ച്, ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയണം. പഞ്ചി, പഞ്ചി. ഇനി നൂന് സൈലൻ്റ് ആയിട്ടും പറയാറുണ്ട്. അപ്പോൾ പച്ചി, പച്ചി എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ പഞ്ചി, രണ്ടും പറയാറുണ്ട്. ഇനി അടുത്തത് മൗജൂദഗി. മൗജൂദഗി എന്ന് പറഞ്ഞാൽ സാന്നിധ്യം, പ്രസൻസ്, പായജാന, ലഭ്യമാവൽ എന്നൊക്കെയാണ് അർത്ഥം. പേശാനി, മാത്ത എന്നൊക്കെ പറഞ്ഞാൽ നെറ്റി, നെറ്റി, ഫോർഹെഡ്. പാപന്തി എന്ന് പറഞ്ഞാൽ രോക്ക്, നിരോധനം അല്ലേ? റോക്ക് എന്ന് റാ ആണ് എഴുതിയിരിക്കുന്നതെങ്കിലും രോ എന്നാണ് വായിക്കുക. രോക്ക്, രോക്ക്, രോക്ക് എന്ന് പറഞ്ഞാൽ നിരോധനം, പാപന്തി, നിരോധനം. ഹിഫാസത്ത്, ദേഖ് രേഖ്, സംരക്ഷണം അല്ലേ? സബബ് വജ്, കാരണം. സയ്യാഹ്, സയ്യാഹ് എന്ന് പറഞ്ഞാൽ മുൽക്കോം കി സേർ കന്നെ വാര, ധാരാളം രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന ആളുകൾക്ക്. അതിൻ്റെ ഒരു മുത്തറാദിഫായിട്ടല്ല, അതിൻ്റെ ഒരു തശ്രീഹ്, ഒരു ഷറഹ് എന്ന നിലക്കാണ് അത് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഉറുദുവിൽ മുൽക്കോം, ഉറുദുവിൽ രണ്ട് പദങ്ങൾ അടുപ്പിച്ച് വന്നാൽ, ഒരേ പദങ്ങൾ അടുപ്പിച്ച് വന്നാൽ അവിടെ ധാരാളിത്തത്തെ കാണിക്കാനാണ്, കുറേ ഉണ്ട് എന്ന് കാണിക്കാനാണ്. ഇപ്പോൾ വളരെ അധികം എന്നൊക്കെ കാണിക്കാനാണ് രണ്ട് പദങ്ങൾ വരിക. അപ്പോൾ അച്ച, അച്ച, വളരെ നല്ല, നന്നായ. അച്ച എന്ന് പറഞ്ഞാൽ നന്നായ, അച്ച, അച്ച, വളരെ നന്നായ. ചോട്ട, ചെറിയ, ചോട്ട, ചോട്ട, വളരെ ചെറിയ. അതുപോലെയാണ് മുൽക്കോം. ധാരാളം രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കാണ് സയ്യാഹ് എന്ന് പറയുക.
ഇനി സോച്ചിയെ ഒരു ബത്തായെ, ചിന്തിക്കൂ പറയൂ. ഇത് നമ്മൾ ഉത്തരം എഴുതണം, എഴുതി അയച്ചു തരണം. ഓക്കെ. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ഗേണ്ടയ്ക്ക് ഷെക്കിൽ കൈസി ഹോത്തി ഹേ, നമ്മുടെ കണ്ടാമൃഗത്തിൻ്റെ രൂപം എങ്ങനെയാകുന്നു, നമ്മൾ പറഞ്ഞു അല്ലേ. രണ്ടാമത്തെ ചോദ്യം ഗേണ്ടയ്ക്ക് ഹത്തിയാർ ക്യാ ഹോത്താ ഹേ, നമ്മുടെ കണ്ടാമൃഗത്തിൻ്റെ ആയുധം എന്താകുന്നു, ഹത്തിയാർ ആയുധം എന്താകുന്നു. ദൂസര എന്താണ്, പഹില, ദൂസര, തീസര, ഇനി മൂന്നാമത്തെയാണ് അല്ലേ. എന്താണ് ഗേണ്ട അപ്പിനെ കിസ് കാം സെ ബഹുത് ഖുഷ് ഹോത്താ ഹേ, നമ്മുടെ കണ്ടാമുഖം തൻ്റെ ഏത് ജോലിയിലാണ് ഏറ്റവും സന്തോഷിക്കുന്നത്. നാലാമത്തെ ചോദ്യം गेंडा की कौन सी कुव्वत सबसे कम होती है और कौन सी सबसे ज़्यादा, നമ്മുടെ കണ്ടാമുഖത്തിന് ഏറ്റവും ശക്തി കുറഞ്ഞത് ഏതിലാണ്, ശക്തി കൂടിയത് ഏതിലാണ്, നമ്മൾ പറഞ്ഞു അല്ലേ. ബഗില ഗേണ്ട കാ ദോസ്ത് ക്യോം ഹെ, എങ്ങനെയാണ് നമ്മുടെ കൊക്ക് കണ്ടാമുഖത്തിൻ്റെ കൂട്ടുകാരനാകുന്നത്. गेंडे के सींग को उसका दुश्मन क्यों कहा गया है, കണ്ടാമുഖത്തിൻ്റെ കൊമ്പ് അതിൻ്റെ ശത്രുവാണ് എന്ന് എന്തുകൊണ്ടാണ് പറയപ്പെടുന്നത്. ഹിന്ദുസ്ഥാൻ में गेंडा सबसे ज़्यादा कहाँ पाया जाता है, ഹിന്ദുസ്ഥാനിൽ കണ്ടാമുഖം ഏറ്റവും കൂടുതൽ എവിടെയാണ് കാണപ്പെടുന്നത്. ഇനി ഖാലി ജഗേം ബറിയെ, വിട്ടഭാഗങ്ങൾ പൂരിപ്പിക്കാൻ. ഒന്നെന്താണ് ഉസേ ദേക്കർ ഐസ മാലൂം ഹോത്താ ഹെ കെ ഡാഷ്, രണ്ട് ജഹാം സെ ഗുസർത്താ ഹെ ഐസ മാലൂം ഹോത്താ ഹെ ജയ്സെ ഡാഷ്, മൂന്നാമത്തത് ഡാൽ ജയ്സി ഡാഷ്, ഹാത്തി ജയ്സ ഡാഷ്. അപ്പം അതൊക്കെ പൂർത്തീകരിക്കുക. ഓക്കെ. ഇനി സ്ക്രോൾ ചെയ്ത് ലാസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സബ്ക്മേ ബൗത്ത് സെ ജമ്മ് അൽഫാദ് ആയേ ഹേ, ഈ ഒരു പാഠത്തിൽ കുറേ ജമ്മിൻ്റെ ലഫ്ലുകൾ വന്നിട്ടുണ്ട്. ഉന്മേം സെ 5 അൽഫാദ് തലാഷ് കർക്കെ ലിഖേ, അതിൽ നിന്ന് 5 വാക്കുകൾ സെർച്ച് ചെയ്തിട്ട് അന്വേഷിച്ചിട്ട് എഴുതൂ. അപ്പോൾ ഇതിൽ വന്ന 5 ജമ്മുകൾ, അതിൻ്റെ വാഹിദും ജമ്മും കൂട്ടി എഴുതുക. ഓക്കെ. गेंडे की शक्ल अनोखी होती है, लंबा सा बेतुका चेहरा, दो छोटी छोटी आंखें. इधर स्टेटमेंट ആണ്. ऊपर लिखी हुई इबारत में से इसम और सिफत तलाश करके लिखे, മേലെ കൊടുത്തിട്ടുള്ള ആ ഒരു സെൻറ്റൻസിൽ നിന്ന് ഇസ്മിനെയും സിഫത്തിനെയും വേർതിരിച്ച് എഴുതൂ. അപ്പോൾ ഒരു സൈഡിൽ ഒരു കോളത്തിൽ ഇസ്മ്, ഒരു കോളത്തിൽ സിഫത്ത്, അങ്ങനെ വേർതിരിച്ച് എഴുതാൻ. नेक्स्ट बुलंद आवाज़ से पढ़े और खुश खत लिखे, വളരെ ഉച്ചത്തിൽ വായിക്കൂ, അങ്ങനെ നല്ല കൈയക്ഷരത്തിൽ എഴുതൂ. വളരെ ഉച്ചത്തിലൊന്ന് വായിച്ചു നോക്കൂ. ഖൗഫ്നാക് ഖൗഫ്നാക്, തോക്കത്വർ ഇന്തിസാം, അൽബത്ത, സലാഹിയത്ത്, ഖുവത്ത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളെ മഷ്കും കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പുതിയ പാഠത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.